റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾ പിടികൂടാനുമായുള്ള പ്രത്യേക വാഹന പരിശോധനയ്ക്ക് ജില്ലയിൽ തുടക്കം. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ഒരു മാസം നീണ്ടുനിൽക്കുന്ന പരിശോധന ദേശീയപാത പുതുശ്ശേരി കുരുടിക്കാട് മേഖലയിൽ നിന്നാണ് ആരംഭിച്ചത്. ആദ്യ ദിവസത്തിൽ 100-ലേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജില്ലയിൽ ദേശീയപാതകളിലും സംസ്ഥാനാന്തര പാതകളിലുമായി അപകടം പതിവായ 220 ബ്ലാക്ക് സ്പോട്ടുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള പ്രധാന ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. എല്ലാ ദിവസവും വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്ന പരിശോധന രാത്രി 10-നാണ് അവസാനിപ്പിക്കുക. പാലക്കാട്, ഷൊർണൂർ, മണ്ണാർക്കാട് ഡിവിഷൻ കേന്ദ്രീകരിച്ചാണ് ആദ്യ ദിവസം പരിശോധന നടന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ 3 സ്ക്വാഡുകളും ഈ ഡിവിഷനുകളിൽ ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഉദ്യോഗസ്ഥരുമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. വാഹനങ്ങളുടെ അമിതവേഗം, ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത വാഹനങ്ങൾ, അമിതഭാരം കയറ്റിയ ചരക്കുവാഹനങ്ങൾ, സിഗ്നലുകളിലെ നിയമലംഘനം, നമ്പർ പ്ലേറ്റ് ഇല്ലാതെ സർവീസ് നടത്തുക, അമിതമായ ശബ്ദം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഹെൽമറ്റ് ധരിക്കാത്ത ഇരുചക്ര വാഹനയാത്രക്കാർ, ദേശീയപാതയിലെ ലൈൻ ട്രാഫിക് തുടങ്ങിയ നിയമലംഘനങ്ങളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിച്ചത്. പിഴ അടപ്പിക്കുന്നതിനൊപ്പം കൂടുതൽ നിയമലംഘനം കണ്ടെത്തിയാൽ കേസെടുത്ത് വാഹനം കസ്റ്റഡിയിലെടുക്കും. വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ കർശനമാക്കാൻ വകുപ്പ് മേധാവികളുടെ നിർദ്ദേശം. ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ്, ജില്ലാ RTO CU മുജീബ്, എൻഫോഴ്സ്മെന്റ് RTO VT മധു എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു നടപടി ഏകോപിപ്പിക്കുന്നത്. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനൊന്നും കുറയ്ക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന റോഡ് ചെക്കിങ്ങുകളുടെ ഭാഗമായിട്ട് നമ്മളോട് പാലക്കാട് ജില്ലയിൽ വിവിധ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ച്, വിവിധ ബ്ലൈൻഡ് സ്പോട്ടുകളെ കേന്ദ്രീകരിച്ച് ഇതുപോലെ വിവിധ സ്ക്വാഡുകളായിട്ട് തിരിഞ്ഞ് ഞങ്ങൾ ചെക്കിങ് നടത്തുന്നുണ്ട്. ഒരു മാസത്തേക്ക് നീളുന്ന ഒരു ബൃഹത്തായ ഒരു പദ്ധതിയാണ് അതിനുവേണ്ടി പ്ലാൻ ചെയ്തത്. പ്രധാനമായും സിഗ്നൽ തെറ്റിച്ച് വണ്ടി ഓടിച്ചു വരുന്ന ആൾക്കാർ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വൺ വേ തെറ്റിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, ഓവർ സ്പീഡായിട്ട് ഓടിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഫാറ്റ് കാരണം, ഡ്രൈവിംഗ് ക്ഷീണം കാരണം വണ്ടി ഓടിക്കുന്നതിൽ പ്രശ്നം വരുന്നത്, ഇതൊക്കെ ഒബ്സർവ് ചെയ്യുക. അതിന് ഫൈൻ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഫൈൻ ചെയ്യാം. അങ്ങനെയുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറയുന്ന വിവിധ സ്ക്വാഡുകളായിട്ട് പല മേഖലകളിലായിട്ട് ഈ ചെക്കിംഗ് നടന്നു പോകുന്നത്. UTV ന്യൂസ്, പാലക്കാട്.